ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു റോബോട്ടിക് സംവിധാനമാണ്. അതിന്റെ പേര് സായ ബോട്ട് എന്നാണ്. ഈ റോബോട്ടിക് സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലെ സ്റ്റാർട്ടപ്പ് വില്ലേജിലെ സ്ഥാപനമായ അസിമോ റോബോട്ടിക്സ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ഒരു റോബോട്ടിക് സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റോബോട്ടിക് സംവിധാനത്തിന്റെ പേരാണ് സായബോട്ട് എന്നുള്ളത്. ഈ സായബോട്ട് സംവിധാനം ആദ്യം ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലായിരുന്നു. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലെ സ്റ്റാർട്ടപ്പ് വില്ലേജിലെ സ്ഥാപനമായ അസിമോ റോബോട്ടിക്സ് വികസിപ്പിച്ച റോബോട്ടിക് സംവിധാനമാണ് സായ ബോട്ട്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി കെ ശൈലജ ടീച്ചറെ പറ്റിയാണ്. 2020 ഡിസംബറിൽ അന്താരാഷ്ട്ര മാസികയായ ഫിനാൻഷ്യൽ ടൈംസിന്റെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതയാണ് ശ്രീമതി കെ ശൈലജ. 12 പേരെയാണ് ഫിനാൻഷ്യൽ ടൈംസ് 2020 ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലിടം നേടിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി കെ ശൈലജ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്, ഒരു പരിസ്ഥിതി പുരസ്കാരമാണ്. ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം വിതരണം ചെയ്യുന്നത് ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് 2020. ഈ പുരസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രീൻ നോബൽ പ്രൈസ് എന്നുള്ളത്. അപ്പോൾ 2020 ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 6 പേർക്കാണ്. ഈ പുരസ്കാരം നേടിയ ഏഷ്യക്കാരനാണ് മ്യാൻമറിലെ പരിസ്ഥിതി പ്രവർത്തകനായ പോൾ സെയിൻ ട്വ. അപ്പോൾ 2020 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഏഷ്യക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യാൻമർ സ്വദേശി പോൾ സെയിൻ ട്വ ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഷ്യൻ രാജ്യമായ സിംഗപ്പൂരിനെ പറ്റിയാണ്. വേൾഡ് എക്കണോമിക് ഫോറം, ലോക സാമ്പത്തിക ഫോറത്തിന്റെ 2021 ആനുവൽ മീറ്റിംഗിന്റെ വേദി സിംഗപ്പൂരാണ്. കോവിഡ്-19 പശ്ചാത്തലത്തിലാണ് സിംഗപ്പൂരിലേക്ക് വേദി മാറ്റിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നിശ്ചയിച്ച വേദി സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ആയിരുന്നു. അപ്പോൾ കോവിഡ്-19 യൂറോപ്യൻ രാജ്യങ്ങളിൽ പടരുന്ന സാഹചര്യത്തിലാണ് സിംഗപ്പൂരിലേക്ക് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2021 ആനുവൽ മീറ്റിംഗ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2021 ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആനുവൽ മീറ്റിംഗിന്റെ വേദി എവിടെയാണ്? സിംഗപ്പൂരിലാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ കൊളോണി എന്ന സ്ഥലത്താണ്. ഇതിന്റെ സ്ഥാപകൻ ക്ലൌസ് ഷോബ് ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എയർ എക്സർസൈസിനെ പറ്റിയാണ്. 2020 ഡിസംബറിൽ പാകിസ്ഥാനും ചൈനയും തമ്മിൽ പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന എയർ എക്സർസൈസ് ആണ് ഷഹീന്റെ 9th എഡിഷനാണ് 2020 നടക്കുന്നത്. അപ്പോൾ ഷഹീൻ 9 എന്നാണ് ഈ എയർ എക്സർസൈസ് അറിയപ്പെടുന്ന പേര്. അപ്പോൾ 2020 ഡിസംബറിൽ ചൈനയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന സംയുക്ത എയർ എക്സർസൈസ് ആണ് ഷഹീൻ 9. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബഹിരാകാശ യാത്രികനെ പറ്റിയാണ്. 2021 നാസയുടെ ചാന്ദ്ര ദൌത്യമാണ് ആർട്ടമിസ് മിഷൻ. അപ്പൊ ഈ ആർട്ടമിസ് മിഷന്റെ ഭാഗമാകുന്നവരെ കഴിഞ്ഞ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അതിൽ ഇന്ത്യൻ അമേരിക്കനായ ബഹിരാകാശ യാത്രികനായ രാജാചാരിയും ഉൾപ്പെടുന്നുണ്ട്. അപ്പോ 2024 നാസയുടെ ചാന്ദ്ര ദൌത്യമായ ആർട്ടമിസ് മിഷനിൽ ഈ മിഷന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ അമേരിക്കൻ ബഹിരാകാശ യാത്രികനാണ് രാജാചാരി. നാസയുടെ ആസ്ഥാനം നമുക്കറിയാം വാഷിംഗ്ടൺ DC ആണ്. നാസയുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ജിം ബ്രൈഡൻസിനാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സഹസ്ഥാപനമായ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പാലസ്റ്റീൻ റെഫ്യൂജീസിനെ പറ്റിയാണ്. ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജോർദാനിലെ അമനിലും അതുപോലെ തന്നെ പാലസ്തീനിലെ ഗാസയിലുമാണ്. 2020 ഡിസംബറിൽ പാലസ്തീൻ അഭയാർത്ഥികളുടെ ഉന്നമനത്തിനായി ഇന്ത്യ UNRWAക്ക് $2 മില്യൺ കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ 2020 ഡിസംബറിൽ പാലസ്തീൻ അഭയാർത്ഥികളുടെ ഉന്നമനത്തിനായിട്ട് ഇന്ത്യ $2 മില്യൺ കൈമാറിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സഹസ്ഥാപനമായ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജീസിനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിൾ ഇന്ത്യയെ പറ്റിയാണ്. ഗൂഗിൾ ഇന്ത്യയുടെ ഇയർ ഇൻ സെർച്ച് 2020 പ്രകാരം 2020 ഇന്ത്യക്കാർ ഗൂഗിളിൽ ഏറ്റവും അധികം തിരഞ്ഞ വാക്കാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നുള്ളത്, IPL. അപ്പോൾ ഗൂഗിൾ ഇന്ത്യയുടെ ഇയർ ഇൻ സെർച്ച് 2020 പ്രകാരം ഇന്ത്യക്കാർ 2020 ഗൂഗിളിൽ ഏറ്റവും അധികം തിരഞ്ഞ വാക്ക് ഏതാണ്? ഇന്ത്യൻ പ്രീമിയർ ലീഗാണ്. രണ്ടാമത് കൊറോണ വൈറസ് ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ്. കേന്ദ്ര കായിക മന്ത്രാലയം ആരംഭിച്ചൊരു ക്യാമ്പയിൻ. അതിന്റെ പേര് ഫിറ്റ്നസ് കാ ഡോസ് ആധാ ഘണ്ട റോസ് എന്നാണ്.
അപ്പോൾ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര കായിക മന്ത്രാലയം ആരംഭിച്ച ഒരു ക്യാമ്പയിനായിരുന്നു ഫിറ്റ്നസ് കാ ഡോസ് ആധാ ഘണ്ട റോസ് എന്നുള്ളത്. അപ്പോൾ ഈ ക്യാമ്പയിന് ലോകാരോഗ്യ സംഘടനയുടെ അഭിനന്ദനത്തിന് അർഹമായിരിക്കുകയാണ്. അപ്പോൾ 2020 ഡിസംബറിൽ ലോകാരോഗ്യ സംഘടനയുടെ അഭിനന്ദനത്തിന് അർഹമായ കേന്ദ്ര കായിക മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിനാണ് ഫിറ്റ്നസ് കാ ഡോസ് ആധാ ഘണ്ട റോസ് എന്നുള്ളത്. നമ്മുടെ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ കിരൺ റിജു ആണ്. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അധനമാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്തെ പറ്റിയാണ്. 2020 ഡിസംബറിൽ ഗോവധ നിരോധന നിയമം പാസാക്കിയ സംസ്ഥാനമാണ് കർണാടക. അപ്പോൾ ഗോവധ നിരോധന നിയമം പാസാക്കിയ സംസ്ഥാനം കർണാടകയാണ്. കർണാടകയുടെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ BS യെദ്യൂരപ്പയാണ്. ഗവർണർ ശ്രീ വാജുഭായ് വാലയാണ്. കർണാടകയുടെ ക്യാപിറ്റൽ ബംഗളൂരു ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് ശരത് പവാർ റൂറൽ പ്രോസ്പെരിറ്റി സ്കീം എന്നാണ്. മുൻ കേന്ദ്ര കൃഷിമന്ത്രിയായ ശരത് പവാറിന്റെ പേരിൽ, അതുപോലെ തന്നെ NCPയുടെ നേതാവുമാണ് ശരത് പവാർ. അപ്പോ ഗ്രാമങ്ങളുടെ ഉന്നമനത്തിനായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ മഹാരാഷ്ട്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ശരത് പവാർ റൂറൽ പ്രോസ്പെരിറ്റി സ്കീം എന്നുള്ളത്. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ ഉദ്ധവ് താക്കറെയാണ്. ഗവർണർ ശ്രീ ഭഗത് സിംഗ് കോഷിയാരിയാണ്. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ്. ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി, ഇതൊരു റീസർവേ പദ്ധതിയാണ്. ഇതിന്റെ പേര് ജഗനണ്ണ സശസ്ത് ഭൂ ഹക്കു ഭൂ രക്ഷാ പഥകം എന്നാണ്. അപ്പോൾ YSR ജഗനണ്ണ സശസ്ത് ഭൂ ഹക്കു ഭൂ രക്ഷാ പഥകം എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്ന ആന്ധ്രാപ്രദേശിലാണ്. ഇതൊരു ഭൂ റീസർവേ പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സർവേ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടുകൂടി ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിക്കുന്ന ഒരു ഭൂ റീസർവേ പദ്ധതിയാണ് YSR ജഗനണ്ണ സശസ്ത് ഭൂ ഹക്കു ഭൂ രക്ഷാ പഥകം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 അപ്പോയിന്റ്മെന്റ്സ് ആണ്. അതിലൊന്നാണ് ഇംഗ്ലണ്ട് സ്വദേശിനിയായ സേന വൂൾഡ്രിഡ്ജിനെ വേൾഡ് സ്ക്വാഷ് ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ വേൾഡ് സ്ക്വാഷ് ഫെഡറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? UKയിലെ ഹേസ്റ്റിംഗ്സിലാണ്. അപ്പോൾ വേൾഡ് സ്ക്വാഷ് ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ട് നിയമിതയായിരിക്കുന്നത് സേന വൂൾഡ്രിഡ്ജ് ആണ്. അതുപോലെ മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് ഇന്റർനാഷണൽ ഗോൾഫ് ഫെഡറേഷൻ. ഇന്റർനാഷണൽ ഗോൾഫ് ഫെഡറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ ലോസൈനിലാണ്. അപ്പോൾ ഇന്റർനാഷണൽ ഗോൾഫ് ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ട് 2020 ഡിസംബറിൽ നിയമിതയായിരിക്കുന്നത് അനീക സോറൻസ്ഡാം ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. 2021 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്കയാണ്. 2022 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം പാകിസ്ഥാനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കൻ വനിതാ ടെന്നീസ് താരമായ സോഫിയ കെന്നിനെ പറ്റിയാണ്. വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സോഫിയ കെന്നാണ്. അപ്പോൾ 2020 വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ ടെന്നീസ് താരം സോഫിയ കെന്നാണ്. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവാണ് സോഫിയ കെൻ. അങ്ങനെയാണെങ്കിൽ 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിക് ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രഞ്ച് ഫുട്ബോൾ താരം കൈലിയൻ ഇംബാപ്പയെ പറ്റിയാണ്. ചാമ്പ്യൻസ് ലീഗിൽ 20 ഗോൾ തികയ്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് നേടിയിരിക്കുകയാണ് കൈലിയൻ ഇംബാപ്പെ. ലയണൽ മെസ്സിയുടെ റെക്കോർഡാണ് അദ്ദേഹം തകർത്തിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം ഫ്രഞ്ച് ക്ലബായ PSG താരമാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1-2 ദിനങ്ങളാണ്. അതിലൊന്നാണ് ഡിസംബർ 11 നമ്മൾ യൂണിസെഫ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയുടെ സഹസ്ഥാപനമാണ് യൂണിസെഫ്, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. നിലവിൽ വരുന്നത് 1946 ഡിസംബർ 11 ആണ്. അപ്പോൾ യൂണിസെഫ് ഡേ നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? എല്ലാ വർഷവും ഡിസംബർ മാസം 11 തീയതിയാണ്. യൂണിസെഫിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹെൻറിച്ച H4 ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്ന മറ്റൊരു ദിനമാണ് ഡിസംബർ 11 അന്തർദേശീയ പർവ്വത ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഇന്റർനാഷണൽ മൌണ്ടൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ മാസം 11 തീയതിയാണ്. 2020 ഇന്റർനാഷണൽ മൌണ്ടൻ ഡേയുടെ പ്രമേയം മൌണ്ടൻ ബയോഡൈവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ അന്തർദേശീയ പർവ്വത ദിനം നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ മാസം 11. 2020 പ്രമേയം മൌണ്ടൻ ബയോഡൈവേഴ്സിറ്റി എന്നാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 1-2 വിയോഗങ്ങളാണ്. അതിലൊന്നാണ് 2020 ഡിസംബറിൽ അന്തരിച്ച മുൻ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ഹിന്ദി കവിയാണ് മംഗലേഷ് ദബ്രാൽ. അതുപോലെ മറ്റൊരു വിയോഗമാണ് 2020 ഡിസംബറിൽ അന്തരിച്ച പത്മശ്രീ അവാർഡ് ജേതാവായ ഗുജറാത്തി നർത്തകനാണ് ആസ്തത് ദേബു.
ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും വൈഫൈ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവരെ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക, ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് ഭിന്നലിംഗക്കാരായ കുട്ടികളുടെ സംരക്ഷണത്തിന് ചിൽഡ്രൻസ് ഹോം നിലവിൽ വരുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. ബംഗളൂരുവിലാണ് ഭിന്നലിംഗക്കാരായ കുട്ടികളുടെ സംരക്ഷണത്തിന് ചിൽഡ്രൻസ് ഹോം ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.